പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസവും കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ ഈശ്വരൻ നമ്മെ അനുവദിച്ചതുകൊണ്ട് സർവ ബഹുമാനങ്ങളും ഈശ്വരന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ പ്രധാന വിഷയം ഹെവനെ കുറിച്ചും എർത്തിനെ കുറിച്ചും ഹെല്ലിനെ കുറിച്ചുള്ളതാണ്. ദൈവരാജ്യത്തെക്കുറിച്ചും ഈ ഭൂമിയെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഈ മൂന്ന് സബ്ജക്റ്റിലും മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് രോഗങ്ങള്, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ പലതിനെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് നമുക്ക് എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും TV ചാനലിലൂടെ ആണെങ്കിലും യൂട്യൂബ് ചാനൽ ഭൂരിപക്ഷവും നമുക്ക് നിരാശ നൽകുന്ന, നമ്മളെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന വാർത്തകളാണ് നമ്മൾ ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റീസൺ എന്താണെന്ന് നാം ശ്രദ്ധിക്കാറുണ്ടോ? അതിന്റെ റീസൺ, നമ്മളുടെ പ്രശ്നം, നമ്മൾ ഏക സത്യദൈവമായ ആകാശവും ഭൂമിയും സമുദ്രവും അവയൊക്കെ സൃഷ്ടിച്ച യേശു ക്രിസ്തുവിനെ അറിയാത്തതാണ് നമ്മളുടെ നിരാശകൾക്കും പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണം. ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതിരിക്കുക. ദൈവിക സമാധാനവും സന്തോഷം തരുവാൻ യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാക്കൾ പല കാറ്റഗറീസ് ആയിട്ടുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം. ആ ബഹുമാനത്തോടെ ഞാൻ കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ മാതാപിതാക്കളാൽ നമുക്കൊരു ജനനം നടന്നു. നാം എല്ലാം ഇപ്പോൾ വിവിധ പ്രായത്തിൽ ആയിരിക്കുന്നു. എന്നാൽ ഒരു വീണ്ടും ജനനത്തിന്റെ ഒരു പ്രോസസ്സിംഗ് നമുക്ക് ആവശ്യമാണെന്ന് ഏകസത്യതയുമായ യേശു ക്രിസ്തു ഭൂമിയിലുള്ള സകല മനുഷ്യരോടും ആവശ്യപ്പെടുകയാണ്. എന്താണ് ആ വീണ്ടും ജനനം? വീണ്ടും ജനനം എന്ന് പറയുന്നത് ഏകസത്യതയുമായ യേശു ക്രിസ്തുവിനെ അറിയുകയും യേശു ക്രിസ്തുവിന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുന്നതാണ് വീണ്ടും ജനനം. അങ്ങനെ ഒരു പ്രോസസ്സ് ഈ ഭൂമിയിൽ നടക്കപ്പെടുന്നവർക്ക് കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യുവാനായിട്ട് കഴിയും. പാതാളത്തിന്റെ അനുഭവം വളരെ യാതന അനുഭവിക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മുടെ കീഴെ നമുക്ക് പുഴുവിനെയാണ് വിരിച്ചിരിക്കുന്നത്. കൃമികളായിരിക്കും നമ്മുടെ പുതപ്പ്. എപ്പോഴും തീയാൽ വേദന അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് പാതാളം എന്ന് എൻ്റെ പ്രിയ ശ്രോതാക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 7 ഭൂഖണ്ഡങ്ങളിലുള്ള സകല മാനവജാതികളോടുമാണ് യേശു ക്രിസ്തുവിന് സംസാരിക്കാനുള്ളത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ദാസന്മാർ, യേശുവിന് വേണ്ടി വേല ചെയ്യുന്നവർ, ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി വന്ന ആളല്ലല്ലോ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ലോകരക്ഷിതാവാണ്. സകല മാനവജാതികളും മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനം പ്രാപിച്ച് നിത്യനരകത്തെ ഒഴിവാകുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി സർവശക്തനായ ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയാണ് യേശു ക്രിസ്തു എന്ന് സ്നേഹത്തോടെ എന്റെ ശ്രോതാക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു ന്യായവിധി ഉണ്ട് പ്രിയ സഹോദര. മരണം നിശ്ചയമാണ്. മരണം അവസാനമല്ല, അവസരങ്ങളുടെ അവസാനമാണ് മരണമെന്ന് പ്രിയ ശ്രോതാക്കളെ ഓർപ്പിക്കട്ടെ. ഭൂമിയിലുള്ള ഒരു മനുഷ്യനും നിത്യനരകത്തിൽ പോകുവാൻ സൃഷ്ടാവ് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് 2026 വർഷങ്ങൾക്ക് മുമ്പ് താഴെ ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്.
ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നപ്പോൾ തന്നെ നമ്മുടെ കുറ്റം, ലംഘനം ഇല്ലാതായി തീരുകയാണ്. യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഹൃദയത്തിലേക്ക് നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ തന്നെ നിത്യ നരകം നമ്മളിൽ നിന്ന് ഒഴിവായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ദിവ്യ സമാധാനവും സന്തോഷവും നമുക്ക് ആ നിമിഷം തന്നെ നമുക്ക് കൈവരിക. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ടെങ്കിലും വീഡിയോസിന്റെ ടൈം നീണ്ടു പോകുന്നത് കൊണ്ട് ചുരുക്കമായി പറയുവാനായിട്ട് ആഗ്രഹിക്കാം. നമ്മളിന്ന് കാണുന്ന പലരും വളരെ അറിവിൽ, വളരെ ജ്ഞാനത്തിൽ വളരെ മുതിർന്നവരായിട്ടുള്ളവരുണ്ട്. IPS, IAS, അഡ്വക്കേറ്റ്, ഡോക്ടേഴ്സ്. അവരുമായിട്ടൊക്കെ നമ്മൾ ഈശ്വര വിശ്വാസത്തെക്കുറിച്ചും ഈശ്വരനെ കുറിച്ചും ഒക്കെ സംസാരിച്ചാൽ അവർ പറയുന്നത് ഇതൊക്കെ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു 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 മറ്റാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ച ഒരു വിശ്വാസമാണ്, അത്രേ ഉള്ളൂ, മറ്റു കാര്യങ്ങളൊന്നുമില്ല എന്നാണ് ഈ അറിവും ജ്ഞാനവും ഒക്കെ കൂടിയവർ അവരുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ യേശു നമ്മളെ പഠിപ്പിച്ചത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് അത് ദൈവം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ഉന്നതന്മാരെല്ലാം നിരാശ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അവരുടെ അന്നേരത്തെ ചിന്താഗതി മാറുകയാണ്. അവര് ആത്മഹത്യക്കും മറ്റുള്ള ക്രൂരകൃത്യങ്ങൾക്ക് ഏർപ്പെടുമ്പോൾ സത്യദൈവത്തിൽ, ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യാത്മാവിനും ദിവ്യമായ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ഏത് പ്രതിസന്ധിയും ഓവർകം ചെയ്യാനുള്ള കഴിവ് ആ മനുഷ്യൻ ലഭിക്കുന്നു എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവന്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ഇപ്പോൾ ക്രിസ്തുവേശ്വരുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദിവ്യ സമാധാനത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകുവാൻ സർവ കാരുണ്യനായ ഈശ്വരൻ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി നിങ്ങളത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവിക സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു.